അങ്ങേക്കനുരൂപനാ. ഉരുക്കേണമേ കീടമകറ്റേണമേ, പണിയേണമേ അങ്ങേക്കനുരൂപനാ. ബലിപീഠത്തിൽ എന്നെ നാഥാ അർപ്പിക്കുന്നെന്നെ ഇതാ ഞാൻ. ബലിപീഠത്തിൽ എന്നെ നാഥാ അർപ്പിക്കുന്നെന്നെ ഇതാ ഞാൻ. ദഹിക്കട്ടെ എന്നിലെ ജ്ഞാനം, ദഹിക്കട്ടെ എന്നിലെ ജഡവും, ദഹിക്കട്ടെ എന്നിലെ ജ്ഞാനം, ദഹിക്കട്ടെ എന്നിലെ ജഡവും. ഉരുക്കേണമേ കീടമകറ്റേണമേ, പണിയേണമേ അങ്ങേക്കനുരൂപനാ. ഉരുക്കേണമേ കീടമകറ്റേണമേ, പണിയേണമേ അങ്ങേക്കനുരൂപനാ. സമർപ്പിക്കും നിന്നെ നാഥാ ഹോമയാഗപീഠത്തിലെന്നെ, സമർപ്പിക്കും നിന്നെ നാഥാ ഹോമയാഗപീഠത്തിലെന്നെ. എരിയട്ടെ ഈ ലോകചിന്തകൾ, എരിയട്ടെ ഈ ലോകസ്നേഹവും, എരിയട്ടെ ഈ ലോകചിന്തകൾ, എരിയട്ടെ ഈ ലോകസ്നേഹവും. ഉരുക്കേണമേ കീടമകറ്റേണമേ, പണിയേണമേ അങ്ങേക്കനുരൂപനാ. ഉരുക്കേണമേ കീടമകറ്റേണമേ, പണിയേണമേ അങ്ങേക്കനുരൂപനാ. തെളിയട്ടെ യേശുവിൻ രൂപം എന്നിൽ, വിളങ്ങട്ടെ യേശുവിൻ സ്നേഹം. തെളിയട്ടെ യേശുവിൻ രൂപം എന്നിൽ, വിളങ്ങട്ടെ യേശുവിൻ സ്നേഹം. പെരുകട്ടെ ദൈവത്തിൻ കൃപകൾ എന്നിൽ, ജ്വലിക്കട്ടെ ആത്മാവിൻ ശക്തി. പെരുകട്ടെ ദൈവത്തിൻ കൃപകൾ എന്നിൽ, ജ്വലിക്കട്ടെ ആത്മാവിൻ ശക്തി. ഉരുക്കേണമേ കീടമകറ്റേണമേ, പണിയേണമേ അങ്ങേക്കനുരൂപനാ. 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 സങ്കീർത്തനങ്ങൾ 2:12 വാക്യം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ കേൾവിക്കാരെയും സ്വാഗതം ചെയ്യും. നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ, ദൈവകോപം തലമേൽ ചരതിച്ചു വെക്കുന്നവരുടെ എണ്ണം ഇന്ന് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
വഴിയിൽ അനേകർ നശിച്ചുകൊണ്ടും ഇരിക്കുന്നൊരു കാലഘട്ടം. എന്നാൽ ദൈവകോപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, ഈ വഴിയാത്രയിൽ ഞാൻ ഒരിക്കലും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം വചനം ഉപദേശിക്കുന്നു. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ ദൈവപുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പീൻ. ഇത് പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടി നൽകിത്തരുന്ന ഒരു മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പ് കേട്ട് ഗ്രഹിച്ച് ഏറ്റെടുത്ത് അനുസരിച്ച് ജീവിതത്തെ ധന്യമാക്കുവാൻ ഇന്നും അനേകർക്ക് ഇടയായിക്കൊണ്ടിരിക്കുന്നു. മാനവജാതിയുടെ പാപം പരിഹരിക്കാനുള്ള ശിക്ഷയായ ക്രൂശ് മരണം പ്രിയരെ നമുക്കായി കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. അവൻ പാപി അല്ലായിരുന്നിട്ടും പാപികൾക്ക് വേണ്ടി പാപത്തിന്റെ ശിക്ഷയായ മരണം വരിച്ചു. അതും ഏറ്റവും ക്രൂരമായ പീഡകൾ തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചിട്ടാണ് അതിൻ്റെ പൂർത്തീകരണം എന്നവണ്ണം കാൽവരി ക്രൂശിൽ കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ടതും വിലാപ്പുറം കുന്തത്താൽ കുത്തി തുളയ്ക്കപ്പെട്ടതും ശിരസിൽ മുറിവുകൾ ഏറ്റതും അവൻ്റെ കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ടു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. പ്രിയരെ, നാം നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ കാലുകൾ കൊണ്ട് പാപം ചെയ്തതിൻ്റെയും പാപത്തിൽ കൂടി പാപത്തിലേക്ക് ഒക്കെ നടന്നതിൻ്റെയും ശിക്ഷയായിരുന്നു അത്. നാം നമ്മുടെ തല കൊണ്ട് പാപം ചിന്തിക്കുകയും ഹൃദയം കൊണ്ട് അനേക ദോഷങ്ങൾ നിരൂപിക്കുകയും ചെയ്തതിൻ്റെ ശിക്ഷയായി കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം വച്ച് അതിന്മേൽ കോലുകൊണ്ട് ആഞ്ഞടിച്ച് ആ തലയിൽ അത് ഉറപ്പിക്കുകയും ഒരു നീണ്ട കൂർത്ത മൂർത്ത കുന്തം കൊണ്ട് നമ്മുടെ വാത്സല്യ കർത്താവിൻ്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കുകയും ചെയ്തു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായിത്തീർന്നു എന്ന് തിരുവചനത്തിൽ ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നു. മാനവജാതിയുടെ സകല പാപങ്ങൾക്കും വേണ്ട പരിഹാരം കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു വരുത്തി തീർന്നു. ക്രൂശിൽ യാഗമായി തീർന്നവൻ വിളിച്ചു പറഞ്ഞത് സകലവും നിവൃത്തിയായി എന്നുള്ളതാണ്. സകലവും നിവൃത്തിയായി, അതുകൊണ്ട് എങ്കലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പീൻ. രക്ഷിപ്പാൻ ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്നൊരു സത്യമാണ് കർത്താവായ യേശു ക്രിസ്തു സകലതും നിവൃത്തിയായി എന്ന പദം പ്രഖ്യാപിച്ചതിൽ കൂടി ലോക മാനവജാതിയോട് വിളിച്ചു പറഞ്ഞു. ശിയപ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് അപ്പോസ്തല പ്രവൃത്തിയിലും നാം വായിക്കുന്നു. ക്രൂശിൽ മരിച്ചവനായ ക്രിസ്തുവിന്റെ രക്തം ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തമായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്ന് 1 യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നു. വീണ്ടും 1 യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ എന്നാണ് അവിടെ വായിക്കുന്നത്. പ്രിയരെ, ക്രൂശിക്കപ്പെട്ടവനെ നോക്കി രക്ഷപ്പെടുവീൻ എന്ന സത്യം ഗ്രഹിക്കുവാൻ തക്ക ഒരു ചരിത്രം പഴയ നിയമം പഠിപ്പിക്കുന്നു. ഇത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് നിഴലായ ഒരു സംഭവമാണ്. മിസ്രയീം വിട്ടിറങ്ങി പുറപ്പെട്ട ദൈവജനത്തിന്റെ മരുഭൂയാത്രയിൽ അവർ അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ് മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കടിയേറ്റവർ രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ദൈവം മോശയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രതിവിധിയാണ് ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കിയിടുക. സർപ്പത്തിന്റെ കടിയേൽക്കുന്നവരൊക്കെ ആ കടിയേറ്റ് ആ വിഷദംശമേറ്റ് മരിക്കാറായവർ ഈ ഉയർത്തപ്പെട്ട താമ്ര സർപ്പത്തെ നോക്കി രക്ഷപ്പെടണം എന്നുള്ളതാണ്.
അപ്രകാരം മോശ താമ്രസർപ്പത്തെ ഉണ്ടാക്കി അതിൻ കൊടിമേൽ തൂക്കി. സർപ്പത്തിന്റെ കടിയേറ്റ് മരിക്കാറായവർ വിശ്വസിച്ച് അത് നോക്കിയവർ എല്ലാം മരിക്കാതെ രക്ഷപ്പെട്ടു എന്ന് സംഖ്യാപുസ്തകത്തിൽ 21 അധ്യായത്തിൽ വായിക്കുന്നു. എന്നാൽ നോക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന ആഹ്വാനം തള്ളിക്കളഞ്ഞവരൊക്കെ മരണപ്പെട്ടു. ഇത് പാപമെന്ന സർപ്പത്തിന്റെ കടിയേറ്റ് മരണത്തിനിരയാകുന്ന മനുഷ്യരുടെ മരണം മാറ്റുവാൻ അവൻ ക്രൂശിതനെ നോക്കി രക്ഷപ്പെടുവാൻ വേണ്ടി സ്വർഗം കാട്ടിയ ആ മഹാസ്നേഹമായ ക്രിസ്തുവേശുവിന്റെ കാൽവറി ക്രൂശും മരണത്തിന് നിഴലാണ്. കൊടിമരത്തിന്റെ മേൽ തൂക്കപ്പെട്ട താമ്രസർപ്പം എന്നുള്ളത് ഇതാണ് നമ്മെ പഠിപ്പിക്കുന്ന സത്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. നോക്കിയവർ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നോക്കിയവരൊക്കെ ഞാൻ നശിച്ചു പോകാതിരിക്കുവാൻ തക്കവണ്ണം എന്നെ രക്ഷിക്കുവാൻ ഇവന് കഴിയും എന്ന് വിശ്വസിച്ച് ഹൃദയം കൊണ്ട് അവനെ ചുംബിച്ചവർ ഒക്കെ രക്ഷിക്കപ്പെട്ടു. കാൽവറി മലയുടെ താഴ്വരയിലെ വഴിയിൽ കൂടി കടന്നുപോയവരൊക്കെ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി പരിഹസിച്ച് അവന് നേരെ കാർക്കിച്ചു തുപ്പി കടന്നുപോയി എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. എന്നാൽ സമീപയുള്ള ക്രൂശിൽ കിടന്ന ഒരു കൊടും കുറ്റവാളി തനിക്ക് സമീപെ ക്രൂശിൽ കിടക്കുന്ന യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞു പശ്ചാത്താപമുള്ളവനായി തൻ്റെ ഹൃദയം കൊണ്ട് ആ പുത്രനായ ക്രിസ്തുവിനെ ചുംബിച്ചു. യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്നാണ് അവൻ അവിടെ കിടന്ന് അപേക്ഷിച്ചത്. അവൻ ഉടൻ തന്നെ നിത്യജീവൻ എന്ന വാഗ്ദത്വം പ്രാപിച്ചു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. മരണവഴി യാത്രയിൽ വെച്ച് അവന് രക്ഷപ്പെടുവാൻ ലഭിച്ച ആ അസുലഭ സന്ദർഭം അവൻ ഉപയോഗിച്ച് ക്രൂശിതനെ നോക്കി വിളിച്ചപേക്ഷിച്ച് അവൻ രക്ഷ പ്രാപിച്ചു. കുടപ്രഭുകളെ, നാം ഏവരും ഒരു യാത്രയിലാണ്. നാം എല്ലാവരും യാത്രികനാണ്. മനുഷ്യജീവിതം എന്നത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു വഴിയാത്രയാണ്. ഈ വഴിയാത്രക്കാരോട് തങ്ങൾക്ക് വേണ്ടി ശിക്ഷയേറ്റവനായ വീണ്ടെടുപ്പുകാരൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഒന്ന് ഓർക്കുക. അനേകരെ അത് ഓർത്തവർ അനേകരെ അത് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുക. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പീൻ. പ്രിയരെ, എൻ്റെ കേൾവിക്കാരായുള്ള നിങ്ങൾ ആരും നിങ്ങളുടെ ജീവിതമാകുന്ന ഈ വഴിയാത്രയിൽ നിങ്ങൾക്ക് വേണ്ടി ശിക്ഷയേറ്റവനെ പരിഹസിച്ചിട്ട് പോകുന്നവരായി തീരരുത്. ഹൃദയപൂർവ്വം അവനെ വിശ്വസിച്ച് അവനാലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച് ഹൃദയം കൊണ്ടവനെ ചുംബിച്ച് അവൻ നൽകിത്തരുന്ന നിത്യജീവനെ അവകാശമാക്കി നിങ്ങളുടെ യാത്ര പൂർത്തീകരിക്കുക. സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക. നിത്യജീവന്റെ അവകാശികളായിത്തീരുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിച്ച് ബലപ്പെടുന്ന എല്ലാ പ്രിയ മക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വഴിയാത്രയിൽ നശിക്കാതിരിക്കത്തക്ക നിലയിൽ പുത്രനായ ക്രിസ്തുവിനെ ചുംബിച്ച് രക്ഷ കൈക്കൊള്ളുവാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ദൈവകൃപയാൽ നിറയ്ക്കണമേ. കർത്താവെ, അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി അവരുടെ ജീവിതങ്ങളിൽ ആവശ്യങ്ങളിൽ വഴികളും വാതിലുകളും തുറന്ന് നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് മാനിക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ കേൾക്കപ്പെട്ട വചനത്താൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ണമേ
ലോക സ്നേഹവും എരിയട്ടെ ഈ ലോക ചിന്തകൾ എരിയട്ടെ ഈ ലോക സ്നേഹവും ഉരുക്കേണമേ കീടമകറ്റേണമേ പണിയേണമേ അങ്ങേക്കനുരൂപനാ ഉരുക്കേണമേ കീടമകറ്റേണമേ പണിയേണമേ അങ്ങേക്കനുരൂപനാ തെളിയട്ടെ യേശുവിൻ രൂപം എന്നിൽ വിളങ്ങട്ടെ യേശുവിൻ സ്നേഹം തെളിയട്ടെ യേശുവിൻ രൂപം എന്നിൽ വിളങ്ങട്ടെ യേശുവിൻ സ്നേഹം പെരുകട്ടെ ദൈവത്തിൻ കൃപകൾ എന്നിൽ ജ്വലിക്കട്ടെ ആത്മാവിൻ ശക്തി പെരുകട്ടെ ദൈവത്തിൻ കൃപകൾ എന്നിൽ ജ്വലിക്കട്ടെ ആത്മാവിൻ ശക്തി ഉരുക്കേണമേ കീടമകറ്റേണമേ പണിയേണമേ അങ്ങേക്കനുരൂപനാ ഉരുക്കേണമേ കീടമകറ്റേണമേ പണിയേണമേ അങ്ങേക്കനുരൂപനാ ഉരുക്കേണമേ കീടമകറ്റേണമേ പണിയേണമേ അങ്ങേക്കനുരൂപനാ ഉരു